നീം കരോലി ബാബ ഇദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ച ഭാരതീയർ നിരവധിയാണ്. എന്നാൽ അക്കൂട്ടത്തിൽ ഭാരതീയർ അല്ലാത്തവരുമുണ്ട് എന്ന് അറിയുക. ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റീവ് ജോബ്സ്, ഫേസ്ബുക്കിന്റെ മാർക്ക് സക്കർബർഗ്, പിന്നെ ട്വിറ്ററിന്റെ സ്ഥാപകൻ ജാക്ക് ഡോർസി. ഈ മൂന്നുപേരാണ് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി കാലത്ത് വെളിച്ചം തേടി ഭാരതത്തിലെ നീം കരോലി ബാബ എന്ന സന്യാസിയിൽ എത്തിയത്. സ്റ്റീവ് ജോബ്സ് ജീവിതത്തിൽ സാങ്കേതിക വിദ്യ മടുപ്പിച്ച ഒരു കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തുള്ള ഉത്തരം തേടി ഇന്ത്യയിൽ എത്തിയതാണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ സ്റ്റീവ് ജോബ്സ്. ആശ്രമത്തിൽ എത്തുമ്പോഴേക്കും നീം കരോലി ബാബ മരണപ്പെട്ടിരുന്നു. പക്ഷേ ജോബ്സ് അല്പനാൾ ആശ്രമത്തിൽ കഴിഞ്ഞത്രേ. അവിടുത്തെ പ്രശാന്തതയിൽ നീം കരോലി ബാബയുടെ ശിഷ്യരിൽ നിന്നും അദ്ദേഹം ജീവിതത്തിലെ ആനന്ദത്തിന്റെ വഴി തിരിച്ചറിഞ്ഞു. അവിടെ നിന്നാണ് ആപ്പിളിന്റെ ഡിസൈനെ കുറിച്ചുള്ള ദർശനം സ്റ്റീവ് ജോബ്സിന് കിട്ടിയത്. ജീവിതത്തിൽ ലാളിത്യവും ഏകാഗ്രതയുമാണ് വേണ്ടത് എന്ന് മനസ്സിലായി. എൻ്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ തെളിച്ചം കിട്ടിയത് ആശ്രമത്തിൽ നിന്നാണ്. അന്തരിച്ച സ്റ്റീവ് ജോബ്സ് പറഞ്ഞ വാക്കുകളാണിത്. ഇനി മാർക്ക് സക്കർബർഗിലേക്ക് വരുമ്പോൾ, ജീവിതത്തിൽ വെല്ലുവിളികൾ വന്നാൽ ആത്മീയമായി വഴി തേടാൻ പറ്റിയ ഒരു ഇടം ഇന്ത്യയിലുണ്ട് എന്നും അത് നീം കരോലി ബാബ ആണ് എന്നും സ്റ്റീവ് ജോബ്സ് ആണ് മാർക്ക് സക്കർബർഗിന് പറഞ്ഞു കൊടുത്തത്. ഫേസ്ബുക്ക് അതിവേഗം വളരുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു. ആ മാനസിക സമ്മർദ്ദത്തിൽ നിന്നും രക്ഷ തേടിയാണ് മാർക്ക് സക്കർബർഗ് ഇന്ത്യയിൽ നീം കരോലി ബാബയുടെ ആശ്രമത്തിൽ എത്തിയത്. ഫേസ്ബുക്കിന്റെ വളർച്ചയുടെ ഒരു നിർണായക ഘട്ടത്തിൽ സഹായകരമായത് നീം കരോലി ബാബയുടെ ആശ്രമമായിരുന്നു എന്നത് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. ലോകവുമായി ബന്ധം സ്ഥാപിക്കാൻ ഫേസ്ബുക്ക് അത്യാവശ്യമാണ് എന്ന കാഴ്ചപ്പാടിൽ ഞാൻ എത്തിയത് ഈ ആശ്രമത്തിൽ നിന്നും പകർന്നു കിട്ടിയ ദിശാബോധത്തിൽ നിന്നാണ്. സക്കർബർഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇനി മൂന്നാമൻ ജാക്ക് ഡോർസി. നീം കരോലി ബാബ പറഞ്ഞു കൊടുത്ത രീതിയിലുള്ള ധ്യാനമാണ് താൻ പരിശീലിക്കുന്നത് എന്നാണ് ട്വിറ്റർ സ്ഥാപകനായ ജാക്ക് ഡോർസി പറയുന്നത്. നീം കരോലി ബാബയുടെ ആശ്രമത്തിൽ താൻ നേരിട്ട് സന്ദർശിച്ചതിൻ്റെ കഥകളൊന്നും ഇതുവരെയും ജാക്ക് ഡോർസി വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും നീം കരോലി ബാബയുടെ ആ ഒരു ദർശനങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളാണ് ജാക്ക് ഡോർസിക്ക് വഴികാട്ടിയായത് എന്നത് അദ്ദേഹം പറയുന്നു. ഉള്ളിലെ സമാധാനവും ആത്മീയജ്ഞാനവും ലഭിച്ചത് നീം കരോലി ബാബയുടെ ധ്യാന ശൈലിയിൽ നിന്നാണ് എന്നും ജാക്ക് ഡോർസി പറയുന്നു. ജാക്ക് ഡോർസിയുടെ നേതൃശൈലിയും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും ലഭിച്ചത് നീം കരോലി ബാബ നിർദ്ദേശിച്ച മൈൻഡ്ഫുൾനെസ് എന്ന മാർഗത്തിലൂടെയാണ് എന്ന് ജാക്ക് ഡോർസി പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വിദേശീയരായ വളരെ പ്രഗത്ഭരായ നമ്മളെല്ലാവരും വളരെയധികം കേൾക്കുന്ന അല്ലെങ്കിൽ നേതൃപാടവത്തിൽ അവരുടെ ബിസിനസ്സിലൊക്കെ ഒത്തിരി കൈവരിച്ച മൂന്ന് വ്യക്തികൾ, ലോക പ്രശസ്തരായ മൂന്ന് വ്യക്തികൾ. അവരുടെ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ഭാരതത്തിലെ ഒരു സന്യാസിയുടെ പ്രഭാവം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഉത്തർപ്രദേശിലെ അക്ബർപൂരിൽ ബ്രാഹ്മണ മാതാപിതാക്കളുടെ മകനായി ജനിച്ച നീം കരോലി ബാബയുടെ പേര് ലക്ഷ്മി നാരായണ ശർമ്മ എന്നാണ്. ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതനായി, പക്ഷെ നിത്യതയെ തേടി വീട് വിട്ടിറങ്ങുകയായിരുന്നു. ഒരു പതിറ്റാണ്ടിലേറെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വന്നു. പിന്നീട് നീം കരോലി ബാബ ഒരു ഗൃഹനാഥന്റെ ജീവിതം നയിച്ചു. അതോടൊപ്പം ആത്മീയതയിലേക്ക് അദ്ദേഹം തിരിയുകയായിരുന്നു. സന്യാസിമാർ ഗൃഹസ്ഥരാകാൻ തിരഞ്ഞെടുക്കുന്നത് വേർപിരിഞ്ഞ ജീവിതം നയിക്കുന്നതിനുള്ള പ്രായോഗിക പാഠങ്ങൾ നൽകുന്നതിനും ആത്മീയ ജീവിതം എല്ലായ്പ്പോഴും ലൗകിക ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുക ഇല്ലെന്ന് കാണിക്കുന്നതിനും വേണ്ടിയാണ്. അത് ഒരു താമര പോലെയാണ്, ചെളിയിൽ വളരുന്നു, പക്ഷേ അതിന് മുകളിലാണ്. ചെളിയിലാണ് എന്നേ ഉള്ളൂ, പക്ഷേ അതിന് മുകളിലാണ്. അദ്ദേഹത്തിന് നീം കരോലി എന്ന പേര് എങ്ങനെ ലഭിച്ചു എന്നതിനും വളരെ പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയിൽ ടിക്കറ്റ് ഇല്ലാതെ ട്രെയിനിൽ യാത്ര ചെയ്യവേ അധികാരികൾ അദ്ദേഹത്തെ നീം കരോലി ഗ്രാമത്തിൽ ഇറക്കിയത്രേ. എന്നാൽ പിന്നീട് എങ്ങനെയോ ട്രെയിൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തില്ല. വളരെ വിദഗ്ധരായ പലരെയും വിളിച്ചുവെങ്കിലും എന്താണ് അവിടെ ഉണ്ടായ തകരാറെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം വിശുദ്ധനോട് ക്ഷമാപണം നടത്താനും അദ്ദേഹത്തെ തിരികെ വിളിക്കാനും അവരോട് നിർദ്ദേശിച്ചു. ആ ഗ്രാമത്തിൽ ഒരു സ്റ്റേഷൻ പണിയണമെന്ന വ്യവസ്ഥ ബാബ സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം നീം കരോലി ബാബ എന്ന പേരിൽ പ്രശസ്തനായി. എല്ലാവരെയും സ്നേഹിക്കുക, അതായിരുന്നു അദ്ദേഹം പഠിപ്പിച്ച പ്രാഥമിക പാഠം. സേവനമോ ചെയ്യാൻ തന്റെ ഭക്തരെ അദ്ദേഹം പ്രേരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരോടുള്ള നിസ്വാർത്ഥമായ സേവനമാണ് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈശ്വരനെ സ്മരിക്കുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല സേവനമെന്നും നീം കരോലി ബാബ പറഞ്ഞിരുന്നു. പലപ്പോഴും അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് സബ് ഏക്, അതിൻ്റെ അർത്ഥം എല്ലാവരും ഒന്നാണ്. ഒരേ രക്തം വിവിധ ശരീരഭാഗങ്ങളിലൂടെ ഒഴുകുന്നത് പോലെ ദൈവം എല്ലാവരിലും ഉണ്ട് എന്നതാണ്. ന്യൂസ് ഡെസ്ക്.